കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷ് പറഞ്ഞയച്ച കാറിൽ കയറി നിധി കോളേജിലേക്ക് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് അവളുടെ കൂട്ടുകാരി ശ്വേത വിളിക്കാണ്. ഹലോ, നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേടി എന്ന് ശ്വേത ചോദിക്കുമ്പോൾ ഇറങ്ങി, ഒരു 3 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും എന്ന് നിധിയും പറയുന്നുണ്ട്. എങ്കിൽ കോളേജിൽ എത്തുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ നീ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഗേറ്റിനടുത്തുണ്ടാവും എന്ന് ശ്വേത പറയുന്നുണ്ട്. നിധി ഫോൺ വെക്കാൻ ഒരുങ്ങുമ്പോൾ നീ വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പിള്ളേർക്കൊക്കെ ഒരുപാട് സന്തോഷമായി, കുറേ ആയില്ലേ നിന്നെ കണ്ടിട്ട്, കാണണം എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് ശ്വേത പറയുമ്പോൾ അയ്യോ ഇത് പ്രശ്നമാവില്ലല്ലോ, ഏട്ടനെങ്ങാനും അറിഞ്ഞാലോ എന്ന് നിധി ടെൻഷനോടെ പറയുമ്പോൾ ഇല്ലേടി, പുറത്താരോടും പറഞ്ഞിട്ടില്ല, നമ്മുടെ അടുത്ത കൂട്ടുകാർ കുറച്ച് പേര് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, അവരാരോടും പറയില്ല എന്ന് ശ്വേത പറയുമ്പോൾ പറയണ്ടായിരുന്നു, ഒന്നാമത് ഞാൻ ആരോടും സംസാരിക്കാനുള്ള മൂഡിലും അല്ല എന്ന് നിധി പറയുമ്പോൾ അതിന് നീ വരുന്ന കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, നീ വിളിച്ചുന്നേ പറഞ്ഞുള്ളൂ എന്ന് ശ്വേത പറയുമ്പോൾ അത് മതി എന്ന് നിധിയും പറയുന്നുണ്ട്. അല്ല, ഞങ്ങൾ ആരെയും അറിയിക്കാതെ നീ എങ്ങനെയാ ഇങ്ങനെ ഒരാളെ പ്രേമിച്ചേ, എങ്ങനെയായി കല്യാണം ഇത്ര പെട്ടെന്ന് നടന്നേ, ശരിക്കും ഞങ്ങൾ അങ്ങ് അത്ഭുതപ്പെട്ടു പോയി, ഏതായാലും നീ യാത്രയിലല്ലേ, ആ കഥ പറ, ഓൾറെഡി മാറ്റാമല്ലോ എന്ന് ശ്വേത പറയുമ്പോൾ നീ ഒന്നും മിണ്ടാതിരുന്നേ എന്ന് നിധിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും ഒരു വളവ് തിരിഞ്ഞു വരുന്ന അവരുടെ കാറ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുകയാണ്. കാറിന്റെ മുന്നിൽ 2 കൈയും ഉയർത്തി പിടിച്ചുകൊണ്ട് സ്റ്റോപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ നിൽക്കുന്നുണ്ട്. എടി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം, ഫോൺ വെക്കാണേ എന്നും പറഞ്ഞ് നിധി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഭാസ്കരൻ വേഗം കാറിന്റെ മുൻസീറ്റിൽ കയറിയിരുന്ന് എടാ, നീ ആ മത്തായിയുടെ മോനല്ലേ എന്ന് ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട്. അതെ ആൻഡ്രൂസ് എന്ന് ഡ്രൈവർ പറയുമ്പോൾ കാറിന്റെ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് എന്നാൽ ആൻഡ്രൂസ് മത്തായി, വേഗം കാർ എടുത്തോ എന്ന് ഡ്രൈവറോടായി പറയുന്നുണ്ട്. അവൻ ടെൻഷനോടെ അയാളെ നോക്കിയിരിക്കുമ്പോൾ വണ്ടി എടുക്കടാ എന്ന് അയാളും പറയുന്നുണ്ട്. അവൻ അല്പം സംശയത്തോടെ വണ്ടി എടുത്തുകൊണ്ട് ഭാസ്കരേട്ടന് സുഖല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെന്നെ കണ്ടാൽ അറിയില്ലടാ, നിനക്കെന്തോ സുഖം കുറവുണ്ടെന്ന് തോന്നല്ലോ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ ഓരോ ഓട്ടോ അല്ലേ ഭാസ്കരേട്ടാ എന്നവനും പറയുന്നുണ്ട്. ഓടിക്കോ ഓടിക്കോ, എന്നെ നോക്കിയല്ല നേരെ നോക്കി ഓടിക്കോ എന്ന് ഭാസ്കരൻ പറയുമ്പോൾ നിധിയും ടെൻഷനോടെ പുറകിലിരിക്കുന്നുണ്ട്. നീ കല്യാണം കഴിഞ്ഞതാണോടാ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ അല്ല എന്ന് അവൻ പറയുന്നുണ്ട്. നിനക്കൊക്കെ ആര് പെണ്ണ് തരാനാ, നീ പഠിച്ച ഡ്രൈവിംഗ് സ്കൂളിൽ കീപ് സെന്റർ എന്നാണോ പറഞ്ഞിരിക്കുന്നത്, കീപ് ലെഫ്റ്റ് എന്നല്ലേ, സൈഡ് നോക്കി വണ്ടി ഓടിക്കാൻ അറിയാത്തവന് ആരാടാ പെണ്ണ് തരുന്നേ എന്ന് ഭാസ്കരൻ പറയുമ്പോൾ അല്പം ചമ്മലോടെ അവനും നിധിയോടായി ഇത് സുധീഷിന്റെ അച്ഛനാ എന്ന് പറയുന്നുണ്ട്. ഓഹോ, അത് നീ പറഞ്ഞു കൊടുത്തിട്ട് വേണോ അവൾക്കറിയാൻ, നീ എന്തൊരു കടും പൊട്ടനാടാ എന്ന് ഭാസ്കരനും അവനെ വീണ്ടും കളിയാക്കുന്നുണ്ട്. എങ്ങോട്ടെങ്കിലും പോവാനാണോ എന്ന് നിധി ഭാസ്കരനോടായി ചോദിക്കുമ്പോൾ അയാളൊന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് വീണ്ടും എങ്ങോട്ടെങ്കിലും പോകാനാണോ കാറിൽ കയറിയത് എന്ന് ചോദിക്കുന്നുണ്ട്. നീ എങ്ങോട്ട് പോകാനാ കയറിയത് എന്ന് അയാൾ തിരിച്ചു ചോദിക്കുമ്പോൾ തക്കലക്കടുത്ത് ഈ കുട്ടി പഠിച്ചൊരു കോളേജ് ഉണ്ട്, അങ്ങോട്ടാ പോകുന്നേ എന്ന് ആൻഡ്രൂസും പറയുന്നുണ്ട്. ഓഹോ, എങ്കിൽ ഞാനും തക്കലയ്ക്ക് തന്നെയാ എന്ന് അയാളും പറയാണ്. തക്കലയിൽ എവിടേക്കാ എന്ന് ആൻഡ്രൂസ് ചോദിക്കുമ്പോൾ അവിടെ മാർത്താണ്ഡവർമ്മയുടെ ഒരു പഴയ കൊട്ടാരം പൊളിച്ചു കൊടുക്കുന്നുണ്ട്, അതിൽ നിന്ന് 2 ഉത്തരവും ഒരു കഴുക്കോലും വാങ്ങിക്കണം, എന്താ നിനക്കും വേണോ എന്നയാൾ ചോദിക്കുമ്പോൾ ആൻഡ്രൂസ് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. നേരെ നോക്കി വണ്ടി ഓടിക്കാൻ ആൻഡ്രൂസേ, ഓരോ കിന്നാരം ചോദിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് ആഹാ, ഇതിനകത്ത് സ്റ്റീരിയോ ഒക്കെ ഉണ്ടല്ലോ, ഇതിൽ പാട്ടൊക്കെ ഉണ്ടടാ എന്ന് ഭാസ്കരൻ പറയുമ്പോൾ പാടുമെന്ന് ആൻഡ്രൂസും ആരെ നീയോ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ അല്ല, സെറ്റിൽ പാട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതാ എന്ന് ആൻഡ്രൂസും പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ അതൊന്ന് വെക്ക ആൻഡ്രൂസേ, നമുക്ക് പാട്ടൊക്കെ കേട്ട് പോവാലോ. ആൻഡ്രൂസ് ആദ്യം ഒരു മെലഡി സോങ് വെക്കുമ്പോൾ ഓ എന്തൊരു പാട്ടായത്, ട്രാക്ക് മാറ്റാൻ ആൻഡ്രൂസേ, കുറച്ച് അടിപൊളി പാട്ടൊക്കെ വെക്കേ എന്ന് ഭാസ്കരൻ പറയുമ്പോൾ ആൻഡ്രൂസും ഒരു അടിപൊളി പാട്ട് വയ്ക്കുന്നുണ്ട്. അവിടെ സുധീഷും സുഭാഷും ബൈക്കിൽ യാത്ര ചെയ്യാണ്. നിധി തിരിച്ചു വരില്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എടാ നീ വീണ്ടും തുടങ്ങിയോ, അവള് നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയതൊന്നുമല്ലല്ലോ, സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയതല്ലേ എന്ന് സുഭാഷ് പറയുമ്പോൾ അല്ല, ചെറിയൊരു പേടി എന്ന് സുധീഷും പറയുന്നുണ്ട്. അത്രയ്ക്ക് പേടിയായിരുന്നെങ്കിലേ നിനക്ക് കൂടെ പോവായിരുന്നില്ലേ എന്ന് സുഭാഷ് പറയുമ്പോൾ അതിന് കൂടെ കൂട്ടണ്ടേ, എപ്പോൾ നോക്കിയാലും ഇവിടുന്ന് പോകണം, വേറെ വീടെടുത്ത് താമസിക്കണം എന്നൊക്കെയല്ലേ അവളുടെ ചിന്ത, ഇനിയിപ്പോൾ അവിടെ എത്തിയപ്പോൾ വീട്ടുകാരോടൊക്കെ എല്ലാം പറഞ്ഞ് അവിടെ തന്നെ കൂടിയാലൊന്ന് തോന്നുമെന്നാണ് എൻ്റെ പേടി എന്ന് സുധീഷ് പറയുമ്പോൾ അങ്ങനെയായാലും നല്ലതല്ലേ, അവൾക്ക് ഇവിടേക്കാളും നല്ല ജീവിതം അവിടെ ഉണ്ടാവില്ലേ, എവിടെയായിരുന്നാലും അവൾ സന്തോഷത്തോടെ ജീവിച്ചാ പോരേടാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഇതെന്താ സുഭാഷ് ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് സുധീഷ് പറയുമ്പോൾ നീ വിട്ട കാറിലല്ലേ അവള് പോയിരിക്കുന്നേ, അപ്പോൾ അതിൽ തന്നെ അവളിങ്ങ് തിരിച്ചും വന്നോളും, നീ ഒന്നും മിണ്ടാതെ വണ്ടി ഓടിച്ചേ എന്ന് സുഭാഷും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടാ, അവൾ അടുത്തില്ലാത്തപ്പോൾ നിഞ്ഞു കിടന്ന് പിടയ്ക്കുക എന്ന് സുധീഷ് പറയുമ്പോൾ നേരി കണ്ട സംസാരിക്കും പോലും വഴക്കോടുന്ന ടീംസാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഏട്ടൻ എന്തിനാ ഹരീഷിനെ പോലെ സംസാരിക്കുന്നേ, ആകെ ഒരു സമാധാനം കിട്ടുന്നത് സുഭാഷ് ഏട്ടനോട് സംസാരിക്കുമ്പോഴാ എന്ന് സുധീഷ് പറയുമ്പോൾ നീ എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്നതല്ലേ, എടാ അവൾ ഒരാവശ്യത്തിന് പോയതല്ലേ,
അത് കഴിഞ്ഞാൽ അവളിങ്ങ് തിരിച്ചു വരും. എടാ നീ തിരിച്ച് ജോലിക്ക് കയറിയില്ലേ, പിന്നെന്താ ഇന്ന് പോവാഞ്ഞേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ പോണം, അവള് രാവിലെ പോയപ്പോൾ എന്തോ ഒരു ടെൻഷൻ, അതാ സുഭാഷ് ഏട്ടനോട് ഷെയർ ചെയ്തേ. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നത് ഇങ്ങനെയും, സുഭാഷ് ഏട്ടാ ഒരു 3000 രൂപ തരുമോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എന്തിനാടാ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. അതല്ല, രാവിലെ കാറ് വാടകയ്ക്ക് എടുത്ത് അയച്ചതല്ലേ, അതിൻ്റെ വാടക കൊടുക്കാനാ എന്ന് സുധീഷ് പറയുമ്പോൾ അതിന് നിന്റെ കയ്യിൽ കാശില്ലേ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ തന്നെ എന്നോട് ഇങ്ങനെ പറയണം കേട്ടോ എന്ന് സുധീഷ് പറയുമ്പോൾ അല്ലടാ, ഞാൻ ഇന്ന് വരുമ്പോൾ കാശൊന്നും എടുത്തില്ല എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഫോണില്ലേ, ഫോണിൽ അയച്ചാൽ മതി, എൻ്റെ കയ്യിൽ ശരിക്കും കാശില്ലാത്തോണ്ടാ എന്ന് സുധീഷ് പറയുമ്പോൾ അയക്കാടാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ നോക്കിക്കോ, അടുത്ത മാസം മുതൽ ഞാനും ചെലവിന് വീട്ടിൽ കാശൊക്കെ തരുന്നുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബസ്ഥനൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ കാശ് തരാതിരിക്കാൻ പറ്റുമോ? ഞാൻ ചേട്ടൻ്റെ അനിയനല്ലേ, ചേട്ടൻ്റെ ചിലവിൽ അനിയൻ കഴിയുന്നതിന് ഒന്നുമില്ലല്ലോ. പക്ഷേ നിധി അങ്ങനെയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അടുത്ത മാസം മുതൽ ഉറപ്പായിട്ടും കാശ് തന്നിരിക്കും. ഓവ് ശരി, നമുക്ക് നോക്കാലോ എന്ന് സുഭാഷ് പറയുന്നുണ്ട്. അങ്ങനെ അവർ ബൈക്കും എടുത്ത് വളവ് തിരിഞ്ഞു പോകുമ്പോഴാണ് സുനന്ദയും അവളുടെ അമ്മയും അതിലൂടെ നടന്നു വരുന്നത്. ദേ സുഭാഷ് ഏട്ടാ കണ്ടോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അങ്ങോട്ട് നീങ്ങി നടക്കടി എന്ന് പറഞ്ഞ് ലളിത സുനന്ദയെ പിടിച്ച് വലിക്കുന്നുണ്ട്. സുധീഷ് ബൈക്കുമായിട്ട് അവരുടെ അടുത്തെത്തിയപ്പോൾ നേരെ നോക്കി വണ്ടി ഓടിക്കടാ എന്ന് ലളിത പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ അമ്മായി തന്നെ വന്ന് വണ്ടി ഓടിക്കേ എന്ന് സുധീഷ് പറയുമ്പോൾ ഒന്ന് പോടാ എന്നും പറഞ്ഞ് നീ എന്തിനാടി അങ്ങോട്ട് നോക്കുന്നേ, നേരെ നോക്കി നടക്കടി എന്നും പറഞ്ഞ് സുനന്ദയെയും പിടിച്ചു വലിച്ചു കൊണ്ട് പോവുകയാണ്. തിരിഞ്ഞു നോക്കുന്ന സുനന്ദയെയും നോക്കി സുഭാഷും കണ്ണുനീരൊപ്പുന്നുണ്ട്. കാറിലെ അടിപൊളി പാട്ടൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോവുകയാണ് ഭാസ്കരൻ. പെട്ടെന്ന് അയാൾ അടുത്ത പമ്പിലോട്ട് കാറ് കയറ്റാൻ പറയുന്നുണ്ട്. ആൻഡ്രൂസ് അയാൾ പറഞ്ഞത് കേട്ട് വണ്ടി ഒരു പെട്രോൾ പമ്പിലേക്ക് കയറ്റിയപ്പോൾ നിനക്ക് ഡീസൽ അടിക്കണോ എന്നയാൾ ചോദിക്കുന്നുണ്ട്. ചേട്ടന് ഡീസൽ അടിക്കാനല്ലേ ഇങ്ങോട്ട് വന്നത് എന്നവൻ പറയുമ്പോൾ എടാ, എനിക്ക് അടിക്കേണ്ട ഡീസൽ ഇവിടുന്ന് കിട്ടില്ല, ബിവറേജസ് കോർപ്പറേഷനെ കിട്ടൂ. എനിക്ക് അടിക്കേണ്ട ഡീസൽ ഞാൻ പോയി വന്നിട്ട് അടിച്ചോളാം, നിനക്കിപ്പോൾ ഡീസൽ അടിക്കണ്ടെങ്കിൽ നീ വണ്ടി കുറച്ച് മുന്നോട്ട് വയ്ക്ക് എന്നയാൾ പറയുന്നത് കേട്ട് ആൻഡ്രൂസ് വണ്ടി കുറച്ച് മുന്നോട്ട് എടുക്കുന്നുണ്ട്. ഭാസ്കരൻ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. അയാൾ പോയി പെട്രോൾ പമ്പിന്റെ ബാത്റൂമൊക്കെ നോക്കുന്നത് കണ്ട് ആഹാ ഇതിനായിരുന്നു എന്ന് ആൻഡ്രൂസും പറയുന്നുണ്ട്. ഭാസ്കരൻ പെട്ടെന്ന് തിരിച്ചു വന്ന് നിധിയോടായി വണ്ടിയുടെ ഗ്ലാസ് താഴ്ത്താൻ പറയുന്നുണ്ട്. നിധി ഗ്ലാസ് താഴ്ത്തുമ്പോൾ മോളെ ബാത്റൂമൊക്കെ നല്ല ക്ലീനാ, മോള് പോയിക്കോ എന്ന് അവളോട് പറയുന്നുണ്ട്. ഏയ് വേണ്ട, എനിക്ക് കുഴപ്പമില്ല എന്ന് നിധി പറയുമ്പോൾ അതൊന്നും സാരില്ല, ഇനി എത്ര ദൂരം പോകണമെന്നാ, മോള് ബാത്റൂമിൽ പോയിട്ട് വാ എന്നയാൾ നിർബന്ധിക്കുമ്പോൾ നിധിയും ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് ഭാസ്കരൻ ഡ്രൈവർ ആൻഡ്രൂസിനെ പുറത്തേക്ക് വിളിക്കുന്നുണ്ട്. എടാ നിനക്ക് ബിരിയാണി ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് അവനും മറുപടി പറയാണ്. ദേ ആ കടയിൽ പോയിട്ട് ഒരു കുട്ടൻ ബിരിയാണി പിന്നെ എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും മട്ടൻ ബിരിയാണി അല്ലേ എന്നവൻ ചോദിക്കുന്നുണ്ട്. നിനക്ക് മട്ടൻ ബിരിയാണിയാണോ ഇഷ്ടം എന്നയാൾ ചോദിക്കുമ്പോൾ അല്ല ചിക്കൻ എന്നവൻ പറയുന്നുണ്ട്. എങ്കിൽ 2 ചിക്കൻ ബിരിയാണിയും ഒരു കുട്ടൻ ബിരിയാണിയും. ഇത് കേട്ടവൻ സംശയിച്ച് നിൽക്കുന്നത് കണ്ട് എടാ ചെറിയ പോത്തും കുട്ടിയെ അറുത്തുണ്ടാക്കുന്നതാ കുട്ടൻ ബിരിയാണി, അതവിടുത്തെ സ്പെഷ്യലാ, നീ പോയി വാങ്ങിയിട്ട് വാ എന്നും പറഞ്ഞ് അവനെ അയാൾ പറഞ്ഞയക്കുന്നുണ്ട്. പിന്നീട് അയാൾ കാറൊക്കെ ഒന്ന് ശരിക്കും നോക്കിക്കൊണ്ട് അതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാത്റൂമിൽ പോയി തിരിച്ചെത്തിയ നിധി സീറ്റിൽ കയറിയിരിക്കുമ്പോഴേക്കും വെള്ളം വേണോ എന്ന് ഒന്ന് ചോദിച്ച് ഭാസ്കരൻ കുപ്പി നീട്ടുന്നുണ്ട്. ഭാസ്കരനെ ഡ്രൈവിംഗ് സീറ്റിൽ കണ്ട നിധി ആദ്യം ഒന്ന് ഞെട്ടാണ്. എന്നാൽ നമുക്ക് പോയാലോ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ ഡ്രൈവർ എവിടെ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അത് കേൾക്കാത്ത പോലെ അയാൾ ആ കാറും എടുത്തോണ്ട് വലിയ നാഷണൽ പെർമിറ്റ് ലോറിയൊക്കെ ഓടിച്ചിട്ട് ഈ മൂട്ട ഓടിക്കുമ്പോൾ ഒന്നും ഓടിക്കുന്ന ഒരു ഫീൽ കിട്ടാത്ത പോലെ എന്നയാൾ പറയുന്നുണ്ട്. അയാൾ ആൻഡ്രൂസിനെ പറഞ്ഞയച്ച കടയുടെ മുന്നിൽ കാറ് നിർത്തുമ്പോഴേക്കും ആൻഡ്രൂസും അവിടുന്ന് ഇറങ്ങി വരുന്നുണ്ട്. ചേട്ടനപ്പോഴേക്കും വണ്ടി എടുത്തോ എന്നവൻ ചോദിക്കുമ്പോൾ നീ ഇവിടെ നിൽക്കല്ലേ, വന്ന് കയറടാ എന്നയാൾ പറയുമ്പോൾ ഞാൻ ഓടിക്കാം എന്നവൻ പറയുന്നുണ്ട്. ഇത് വലിയ ടാറ്റ രംഗൊന്നും അല്ലല്ലോ, നീ തന്നെ ഓടിക്കാൻ, കയറടാ എന്നയാൾ പറയുമ്പോൾ ആൻഡ്രൂസ് തൊട്ടടുത്ത സീറ്റിൽ കയറി ഇരിക്കുന്നുണ്ട്. അയാൾ വണ്ടി എടുക്കുമ്പോഴേക്കും ഡ്രൈവർ ഓടിച്ചോളും എന്ന് നിധി പറയുന്നുണ്ട്. ആരാണോ വണ്ടി ഓടിക്കുന്നത് അയാളാണ് ഡ്രൈവർ, മിണ്ടാതെ അവിടെ ഇരിക്കെ എന്ന് നിധിയോടായി പറഞ്ഞുകൊണ്ട് എടാ ആൻഡ്രൂസേ നീ നോക്കിക്കോ, ഇങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത്, ബ്രേക്ക് ചവിട്ടുന്നതും ഗിയർ മാറ്റുന്നതൊന്നും വണ്ടിയിലിരിക്കുന്നവരെ അറിയാൻ പാടില്ല, അല്ലാതെ നെല്ല് കുത്തുന്ന മെഷീൻ ഓടിക്കുന്ന പോലെയല്ല കാർ ഓടിക്കേണ്ടത്, നിനക്കൊക്കെ ആരാടാ ലൈസൻസ് തന്നേ എന്നും ചോദിച്ചുകൊണ്ട് അയാൾ കാറും എടുത്ത് പോകുന്നുണ്ട്. പിന്നീട് ഒരു മരത്തണലിൽ അയാൾ കാർ കൊണ്ടു ചെന്ന് നിർത്തുന്നുണ്ട്. എന്നാൽ നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ എന്ന് ആൻഡ്രൂസിനോടായി ചോദിക്കുമ്പോൾ ശരിയെന്ന് അവനും സമ്മതിക്കുന്നുണ്ട്. എന്നാൽ നീ ആ കവർ എടുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒരു ബോക്സ് എടുത്ത് നിധിക്ക് നീട്ടി, ഇതാ മോളെ കഴിച്ചോ, ചിക്കൻ ബിരിയാണിയാ എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട എന്ന് നിധിയും പറയുന്നുണ്ട്. പിന്നെ വിശന്നിരിക്കാനാണോ ഭാവം, ഇത്രയും ദൂരം പോവേണ്ടതല്ലേ എന്നയാൾ പറയുമ്പോൾ അവിടെ എത്തണ്ടേ എന്ന് നിധിയും പറയുന്നുണ്ട്.
അതിന് കോളേജ് എങ്ങോട്ടും പോവില്ല. 5 മണി വരെ ഓഫീസ് ഉണ്ടാവും. ഫുഡ് ഇനി അങ്ങോട്ട് നല്ലതൊന്നും കിട്ടില്ല. അതുകൊണ്ടാ കഴിക്കാൻ പറഞ്ഞേ എന്ന് പറഞ്ഞ് അയാള് ഭക്ഷണം നീട്ടുമ്പോൾ അവളത് വാങ്ങിക്കുന്നുണ്ട്. വാടാ നമുക്ക് പുറത്തിരിക്കാം എന്ന് പറഞ്ഞ് കാറിന്റെ ഡിക്കി തുറന്ന് ആൻഡ്രൂസും ഭാസ്കരനും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് മോളെ ബിരിയാണി എന്ന് ചോദിക്കുമ്പോൾ കൊള്ളാമെന്ന് നിധിയും പറയുന്നുണ്ട്. പിന്നീട് അവര് കോളേജിലെത്തുമ്പോഴേക്കും ഭാസ്കരനും ഇരുന്ന് ഉറങ്ങുകയാണ്. പെട്ടെന്ന് ആൻഡ്രൂസ് ബ്രേക്ക് ചവിട്ടുമ്പോൾ ഭാസ്കരൻ ഞെട്ടി ഉണരുന്നുണ്ട്. എന്താടാ ഈ കാണിക്കുന്നേ? ബ്രേക്ക് ചവിട്ടി ആളെ കൊല്ലാൻ നോക്കുകയാണോ? സത്യം പറ, നീ ആ ഗംഗാധരന്റെ കൊട്ടേഷൻ കൊണ്ട് വന്നതല്ലേ എന്നയാൾ ചോദിക്കുമ്പോൾ കോളേജ് എത്തിയത് കൊണ്ട് കാറ് നിർത്തിയതാ ഭാസ്കരേട്ടാ എന്നവനും പറയുന്നുണ്ട്. ഇത് തന്നെയാണോ മോളെ മോള് പഠിച്ച കോളേജ് എന്ന് നിധിയോടായി ചോദിക്കുമ്പോൾ അതെ എന്ന് പറഞ്ഞുകൊണ്ട് നിധി കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും അവളുടെ കൂട്ടുകാരി അവളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. ഇതാരാ? ഹൂയിഷി എന്നയാൾ കാറിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ട് ചോദിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരിയാ ശ്വേത എന്ന് നിധിയും പറയുന്നുണ്ട്. ഓഹോ ഫ്രണ്ടാണോ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ ഓഹോ ഫ്രണ്ടാണോ, നൈസ് ടു മീറ്റ് യു എന്ന് ഭാസ്കരൻ പറയുമ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം എന്ന് നിധിയും പറയുന്നുണ്ട്. ശരി മോളെ പോയിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് ഭാസ്കരൻ പറയുമ്പോൾ നിധി ശ്വേതയും കൂട്ടി നടക്കുന്നുണ്ട്. അതാരാടി എന്ന് ശ്വേത ചോദിക്കുമ്പോഴേക്കും പുറകിൽ നിന്ന് മോളെ എന്ന് വിളിക്കുന്നത് കേട്ട് നിധി തിരിഞ്ഞു നോക്കാണ്. വെള്ളം വേണോ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ വേണ്ട എന്ന് നിധിയും പറയുന്നുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, പെട്ടെന്ന് വാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ എന്ന് ഭാസ്കരൻ പറയുമ്പോൾ നിധി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ശ്വേതയുടെ കൂടെ പോകുന്നുണ്ട്. ഭാസ്കരൻ കീശയിൽ നിന്ന് സിഗരറ്റ് എടുക്കുമ്പോൾ ഭാസ്കരേട്ടാ ഇത് കോളേജാ എന്ന് ആൻഡ്രൂസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓഹോ കോളേജാണോ, എങ്കിൽ ആപ്പലാപ്പ് വേണ്ട എന്ന് പറഞ്ഞ് അയാൾ അത് തിരിച്ചു വെക്കുകയാണ്. എടി എന്നാലും നീ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. എല്ലാവർക്കും വലിയ ഷോക്കായി പോയി. എന്തൊക്കെ ഡ്രീംസ് ആയിരുന്നു നിനക്ക് മാസ്റ്റേഴ്സിന്. എന്നാലും നീ എന്താ എല്ലാവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഒക്കെ ഉപേക്ഷിച്ചത്? എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നവൾ വീണ്ടും ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാം പറയാന്ന്, അതങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് നിധി പറയുമ്പോഴേക്കും ശ്രീധരൻ ചേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട്. ശ്രീധരൻ ചേട്ടാ എന്ന് നിധി അയാളെ വിളിക്കുമ്പോഴേക്കും ആഹാ നിധിയോ, സുഖമല്ലേ മോളെ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അതെ എന്ന് നിധി പറയുമ്പോൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് മിസ്സായിപ്പോയി, അത് റീഅപ്ലൈ ചെയ്യാൻ വന്നതാ എന്നവൾ പറയുമ്പോൾ ഓഹോ എങ്കിൽ വാ എന്ന് പറഞ്ഞ് അവരെയും കൂട്ടി അയാൾ ഓഫീസ് റൂമിലേക്ക് പോകുന്നുണ്ട്. നിധിയും ശ്വേതയും ഓഫീസിനകത്തേക്ക് കയറിക്കൊണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ മാഡം എന്ന് പറയുമ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് മാഡവും പറയുന്നുണ്ട്. ഇതാരും നിധിയോ, എന്താ നിധി എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് മിസ്സായിപ്പോയി, അത് റീഅപ്ലൈ ചെയ്യാൻ വന്നതാ എന്നവൾ പറയുന്നുണ്ട്. കോൺവെക്കേഷൻ കഴിഞ്ഞിട്ട് മാസങ്ങളായില്ല, അപ്പോഴേക്കും സർട്ടിഫിക്കറ്റ് മിസ്സായോ എന്ന് നിധിയോടായി ചോദിക്കുമ്പോഴേക്കും അവിടെ ഇരിക്കുന്ന ഒരു സാറ് എന്താ നിധി പുതിയ ജീവിതം സുഖമല്ലേ, പെട്ടെന്ന് വൈറലായാലോ, ഞാനും അറിഞ്ഞിരുന്നു, ഞാനും കേട്ടിരുന്നു ന്യൂസൊക്കെ എന്നയാൾ പറയുമ്പോൾ എന്താണ് സംഭവം എന്ന് തൊട്ടടുത്തിരിക്കുന്ന സാറും ചോദിക്കുന്നുണ്ട്. സാറ് കേട്ടില്ലേ, വലിയ ന്യൂസായിരുന്നു. കല്യാണ നിശ്ചയത്തിന്റെ തലേന്ന് പെണ്ണ് കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിവാഹം കഴിച്ചു. അത് ഈ കുട്ടിയാ എന്നയാൾ പറയുമ്പോൾ ഓഹോ ആ കുട്ടിയായിരുന്നു ഇത്, എനിക്കാദ്യം മനസ്സിലായില്ല, ചേസിങ് ആയിട്ട് സിനിമ സ്റ്റൈലിലായിരുന്നല്ലോ കല്യാണം എന്നയാൾ പറയുമ്പോൾ നന്നായി പഠിച്ച് ഗോൾഡ് മെഡലൊക്കെ വാങ്ങിയ കുട്ടിയാ. കോൺവെക്കേഷൻ ഡേയിലെ പ്രസംഗമൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്കും വലിയ പ്രതീക്ഷയായിരുന്നു എന്നവരോടായി പറഞ്ഞ് ഇത്ര പെട്ടെന്ന് ലൈഫ് സ്പോയിൽ ചെയ്തല്ലോ മോളെ, ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കണമെങ്കിൽ പ്രിൻസിപ്പാളിന്റെ ഒപ്പ് വേണം, പ്രിൻസിപ്പാൾ കുറച്ച് കഴിഞ്ഞിട്ടേ വരൂ, നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തോ എന്ന് മാഡം പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് നിധിയും ശ്വേതവും പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ആ മാഡം അപ്പോൾ സാറന്മാരോടായി എന്ത് കഷ്ടാണ് നോക്ക്, നല്ല പഠിപ്പും വിവരമൊക്കെയുള്ള കുട്ടികളാ, 10-20 വയസ്സ് കഴിയുമ്പോഴേക്കും പ്രേമം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തൻ്റെ വലയിൽ കുടുങ്ങും, പിന്നെ ലൈഫും കരിയറും ഒക്കെ പോയി. വിവാഹം പ്രൈമറി ആയിട്ടുള്ള ഒരു കാര്യമല്ലാന്ന് നമ്മുടെ കുട്ടികൾക്ക് ഇനി എന്നാ മനസ്സിലാവുന്നേ എന്നവർ പറയുമ്പോഴേക്കും സാറന്മാരും അതേന്ന് തലയാട്ടുന്നുണ്ട്. അവിടെ കാർ ഓടിച്ചു പോകുന്ന അരുണിന് സ്റ്റീഫന്റെ കോള് വരുന്നുണ്ട്. അരുൺ കോൾ എടുക്കുമ്പോഴേക്കും ഹലോ ഞാൻ സ്റ്റീഫനാ, നിധി കോളേജിലേക്ക് വന്നിട്ടുണ്ട് എന്ന് സ്റ്റീഫൻ പറയുന്നത് ഒരു ഞെട്ടലോടെ കേൾക്കുന്ന അരുണിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം.